നജീബ് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്? നജീബ് പോലും സ്ഥലം പറയുന്നില്ല. നജീബിന് സ്ഥലം പറയാം. നജീബിന് സ്ഥലം പറയാം. ഈ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനലിൽ നജീബിന് സ്ഥലം പറയാം. വിചാരണ കോടതികളിൽ നടന്നെങ്കിലേ കുറ്റവാളികളെ ശിക്ഷിക്കാൻ സാധിക്കുള്ളൂ. കുറ്റവാളികളെ ശിക്ഷിച്ചാലേ ഇത് വരുന്ന തലമുറക്ക്. കിളിരൂർ കേസിൽ ദാ നിൽക്കുന്നു ഷാരിയുടെ അച്ഛൻ. ഏതറ്റം വരെ പോയി? എല്ലാ ഇടങ്ങളിലും പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികരിക്കാവുന്ന എല്ലാ ഇടങ്ങളിലും. ഒരിടത്തും ഷാരിയുടെ അച്ഛൻ മൊഴിമാറ്റി പറഞ്ഞോ? അങ്ങയുടെ ഭാര്യ മൊഴിമാറ്റി പറഞ്ഞോ? സാഹചര്യ തെളിവുകൾ തേച്ചുമാറ്റി പറയാൻ താങ്കൾ പൈസ വാങ്ങിയോ പ്രതിയുടെ കയ്യിൽ നിന്ന്? സംഭവിച്ചിട്ടില്ല. സൂര്യനെല്ലി കേസിൽ 2005 ഹൈക്കോടതി വിധി വന്നപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞതാണ്, മേൽക്കോടതിയിൽ എനിക്ക് പോയി സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ സംസാരിക്കുമായിരുന്നു മാഡം എന്നുള്ളത്. അപ്പോൾ അവർക്ക് ബോധ്യപ്പെടുമല്ലോ ജഡ്ജിന് ഞാൻ എങ്ങനെയാണ് പീഡിപ്പിക്കപ്പെട്ടത് എന്നുള്ളത്. 10-40 ദിവസം ഇവിടുത്തെ വലിയ രാജാക്കന്മാർ പീഡിപ്പിച്ചിട്ടുള്ള ഒരു കുട്ടിയുടെ, രാജാക്കന്മാരെ കുറിച്ചല്ല എഴുതിയത്, ആ പാവം പെൺകുട്ടിയെ കുറിച്ചാണ് എഴുതിയത്. ഹലോ, എന്താ ഏട്ടാ പതിവില്ലാതെ ഈ നേരത്ത്? നീയും മോളും നാളെ തന്നെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം. എന്തിനാ ഏട്ടാ? നമുക്കിനി ഇവിടെ ജീവിക്കാം. നീ അടുത്തുണ്ടാവല്ലോ. ആഹാ, ഇത് പാർട്ടി വല്ലതും ഉണ്ടായിരുന്നോ? ഏയ്, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ. ഇതാ ഇപ്പൊ നന്നായേ. ഈ നാട് കൊള്ളില്ല, നാട്ടിലെ പച്ചപ്പില്ല, പുഴയില്ല, വെറും മണല് മാത്രമേ ഉള്ളൂ, കിട്ടുന്ന ശമ്പളം തികയുന്നില്ല, ഞാൻ മതിയാക്കുക എന്നൊക്കെ പറഞ്ഞ നിങ്ങളാണോ ഈ പറയുന്നത്? നീ പറഞ്ഞത് ശരിയാ. ഇന്നലെ വരെ ഈ മരുഭൂമിയെ ഞാൻ വെറുത്തിരുന്നു. പക്ഷെ ഇപ്പോ ഈ മരുഭൂമിയെ ഞാൻ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. ഇവിടെ പുഴകളില്ല, പച്ചപ്പുകളുമില്ല, നമ്മുടെ നാട്ടിലെ ഒരു സൗന്ദര്യവും ഇവിടെ ഇല്ല. പക്ഷെ ഒരു ഭാര്യയെ സ്നേഹിക്കുന്ന, ഒരു മകളെ സ്നേഹിക്കുന്ന ഒരച്ഛന് വിശ്വസിക്കാൻ പറ്റിയ ഒന്ന് ഇവിടെ ഉണ്ട്. നട്ടലിലുള്ള ഒരു ഭരണകൂടം. പെണ്ണിന് നേരെ കൈയോങ്ങുന്നവന്റെ കൈ വെട്ടിയെടുക്കാൻ നട്ടലിലുള്ള ഒരു ഭരണകൂടം. ഇവിടെ എന്റെ ഭാര്യ മക്കളും സുരക്ഷിതരായിരിക്കും. ജനിച്ച നാട്ടിൽ ലഭിക്കാത്ത സുരക്ഷിതത്വം